ചെമ്മീൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് 1/2 കിലോ ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് ക്ലീൻ ചെയ്ത് തരാം. അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിലാണ് കുക്ക് ചെയ്യണത്. സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ 1/2 സ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കാം. അടുത്തത് ചെറിയ ഉള്ളിയാണ്. ചൂടായി വരുമ്പോൾ 1 സ്പൂണ് വെളുത്തുള്ളി, 1 സ്പൂൺ ഇഞ്ചി, ഒരു 10-12 കാന്താരി മുളക് ഇല്ലാത്തവർക്ക് പച്ചമുളക് ചേർക്കാം കേട്ടോ. പച്ചമണം മാറി വരുമ്പോൾ 2 മീഡിയം സൈസ് തക്കാളി അരിഞ്ഞത്, കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. 4 കഷ്ണം കുടംപുളി ഉണ്ട്. അത് കുതിർത്ത് വെച്ചതാണ് ചുടുവെള്ളത്തിൽ. ഒന്ന് മൂടിയിട്ട് കൊടുക്കാം. അര ടീസ്പൂൺ ഇത് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണ് മുളകും പൊടി, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3 വെണ്ടക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ തേങ്ങയുടെ 2-ാം പാലാണ്. 1 തേങ്ങയുടെ 2-ാം പാലാണ്. ഒന്ന് മൂടിയിട്ട് കൊടുക്കാം. തുറന്ന് നോക്കാം. വെണ്ടക്കക്കറി ഹാഫ് വേവായിട്ടുണ്ട്. അടുത്തത് ചെമ്മീനാണ്. ചെമ്മീൻ ക്ലീൻ ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കുക. ക്ലീൻ ചെയ്ത് വെച്ച ചെമ്മീൻ ഒന്ന് മൂടിയിട്ട് കൊടുക്കാം. നോക്കാം. ഇപ്പോൾ ചെമ്മീൻ വന്നിട്ടുണ്ടാവും. ചെമ്മീൻ 1.5-2 മിനിറ്റൊക്കെ ചെമ്മീന് വേവുള്ളൂ. വെറുതെ ഇട്ടിട്ട് ഇങ്ങനെ തിളപ്പിച്ച് ആദ്യം ഫസ്റ്റ് അത് വേവും, പിന്നീട് നമ്മൾ വീണ്ടും തിളപ്പിക്കുകയാണെങ്കിൽ അത് ഹാർഡാവുക ചെയ്യുക. അപ്പോൾ ചെമ്മീൻ്റെ 1.5 മിനിറ്റ് 2 മിനിറ്റിൻ്റെ ഉള്ളിലുള്ള വേവുള്ളൂ ചെമ്മീന്. ഇത് വെന്തിരിക്കണേ. ഇതിൽ 1-ാം പാൽ ഒഴിച്ചു കൊടുക്കണം. ഒന്നാം പാൽ ഒഴിച്ചിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഒന്നുകൊണ്ട് പതഞ്ഞ് വരുമ്പോൾ എന്നിട്ട് ഇറക്കുക. ഈ സ്റ്റേജിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. 2 അല്ലി കറിവേപ്പില, കുറച്ച് വെളിച്ചെണ്ണ. അത്രേ പണിയുള്ളൂ. ഇത് റെഡിയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ. കറി വെണ്ടക്ക ചെമ്മീൻ കറിയാണ്. സൂപ്പർ ടേസ്റ്റാണ്.